നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിയിപ്പ് 2026 ഓഗസ്റ്റ് മാസം നമുക്ക് അല്ലെങ്കിൽ ഓരോരുത്തരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യം, ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണത്തിൽ മാറ്റങ്ങളുണ്ട്. ഓണക്കാലമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഓരോ റേഷൻ കാർഡിനും ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് സൗജന്യമായിട്ട് ആനുകൂല്യം. അതിൽ തന്നെ ഏവേ റേഷൻ കാർഡുകൾക്ക് ഓഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ സൗജന്യ കിറ്റിൻ്റെ വിതരണം ആരംഭിക്കും. ഓഗസ്റ്റ് മാസം 20-ാം തീയതി വരെ കിറ്റ് വിതരണം ഉണ്ടായിരിക്കും. 850 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഉൽപ്പന്നങ്ങളടങ്ങിയ കിറ്റായിരിക്കും സൗജന്യമായിട്ട് ലഭ്യമാവുക. മറ്റ് റേഷൻ കാർഡുകൾക്ക് സൗജന്യ കിറ്റ് ഇല്ല. ഇനി APL വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് അധിക വിഹിതമായിട്ട് 3 കിലോയോളം അരി പ്രഖ്യാപിച്ചിട്ടുണ്ട്, സ്പെഷ്യൽ അരി വിഹിതമായിട്ട്. അതോടൊപ്പം തന്നെ ഗോതമ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി മറ്റ് ആനുകൂല്യങ്ങൾ, സപ്ലൈകോ വഴി വിവിധ തരത്തിലുള്ള സ്പെഷ്യൽ കിറ്റുകൾ വിതരണം ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അത്തം കിറ്റ്, ഉത്രാടം കിറ്റ്, അതോടൊപ്പം തന്നെ തിരുവോണം കിറ്റ് എന്നിങ്ങനെ 3 തരം കിറ്റുകൾ സപ്ലൈകോ വഴി നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. 1000 രൂപയുടെയും 1500 രൂപയുടെയും 2000 രൂപയുടെയും കിറ്റുകളാണ് നമുക്ക് ലഭിക്കുക. ഈ കിറ്റുകൾക്ക് ഏകദേശം 300 രൂപ അല്ലെങ്കിൽ 400 രൂപ അധികം വരുന്ന ഉൽപ്പന്നങ്ങൾ കൂടി കിറ്റിലുണ്ടായിരിക്കും. അതായത് 500 രൂപ വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇട്ടാണ് ഈ കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. ഓരോ കിറ്റിലും, അതായത് 1000 രൂപയുടെ കിറ്റിൽ നിലവിൽ 20ഓളം ഉൽപ്പന്നങ്ങളാണ് എങ്കിൽ 1500 രൂപയുടെ കിറ്റ് വരുമ്പോഴേക്കും നമുക്ക് അതിൽ ഏകദേശം 25-ന് മുകളിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. തിരുവോണ കിറ്റ് എന്ന് പറയുന്ന 2000 രൂപയുടെ കിറ്റിൽ 2500-ന് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ, അതിൽ നമുക്ക് 30-ൽ പരം ഇനങ്ങളാണ് കിറ്റിലുണ്ടാവുക. ഇത് മാത്രമല്ല, എല്ലാ റേഷൻ കാർഡുകളും അധിക വിഹിതമായിട്ട് സ്പെഷ്യൽ അരി 20 കിലോയോളം ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇനി റേഷൻ കടകൾ വഴി കൂടുതൽ ആനുകൂല്യങ്ങൾ, റേഷൻ കടകൾ വഴി സെപ്റ്റംബർ മാസത്തിലെ റേഷൻ കൂടി മുൻകൂറായിട്ട് വാങ്ങാൻ സാധിക്കുമെന്നും ഈ സമയത്ത് ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഓണക്കാലത്ത് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക ആനുകൂല്യങ്ങളാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്നവരുടെ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം മുഴുവനുമായിട്ട് നമുക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചു കഴിഞ്ഞാൽ വീടുകളിലെത്തി ഹോം മസ്റ്ററിംഗ് ചെയ്യാനുള്ള സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് ചിലപ്പോൾ ഒന്നിലധികം ഗഡുക്കൾ പെൻഷനായിട്ട് നമുക്ക് ലഭിച്ചേക്കാം. എന്നാലും പെൻഷൻ തുകയിൽ മാറ്റങ്ങളൊന്നുമില്ല. അതായത് 3000 രൂപ ആക്കിയുള്ള വിതരണമല്ല, 2000 രൂപ തന്നെയായിരിക്കും പെൻഷനായിട്ട് നമുക്ക് ലഭിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ രാജ്യത്തെ ബാങ്കിങ് ഇടപാടുകളെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ട് ഇനി അക്കൗണ്ട് ആരംഭിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, മറ്റ് ഇൻഷുറൻസ് സ്കീമുകളിൽ ചേരുന്നവർക്കുമെല്ലാം CKYC എന്ന് പറയുന്ന, അതായത് സെൻട്രൽ KYC എന്ന് പറയുന്ന പുതിയ സംവിധാനം ഓഗസ്റ്റ് മാസം മുതൽ ആരംഭിക്കും. ഗുണഭോക്താവിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ഏകീകൃത സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് CKYC ക്രമീകരിക്കുക. മുൻപെല്ലാം തന്നെ KYC മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരസ്പരം ബന്ധിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ സാധിച്ചിരുന്നില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയും സംയുക്തമായിട്ട് ഇത്തരത്തിൽ CKYC നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പാചകവാതക വില പുനർനിർണ്ണയിക്കുന്ന ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചകളിൽ. ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾക്ക് നിലവിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്ധന ക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുവിധം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ലിമിറ്റുകളിൽ, അതായത് 25-45 ലിമിറ്റുകളിൽ പുതിയ മാറ്റങ്ങൾ വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ധനത്തിൻ്റെ നിലവിലുള്ള റേറ്റിൽ എന്തെങ്കിലുമൊക്കെ പരിഷ്കാരങ്ങളുണ്ടെങ്കിൽ അത് ഗാർഹിക സിലിണ്ടർ ആയിക്കോട്ടെ, വാണിജ്യ സിലിണ്ടർ ആയിക്കോട്ടെ, ഈ മാറ്റങ്ങൾ എല്ലാം തന്നെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി അറിയാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കർഷകരെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി. ഈ പദ്ധതി ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ പ്രാബല്യത്തിലാകും. ജൂലൈ മാസം 31-ാം തീയതി വരെയാണ് അപേക്ഷ വെക്കാൻ അവസരമുണ്ടായിരുന്നത്. വരുന്ന ഒരു സാമ്പത്തിക വർഷക്കാലത്തേക്ക് നമ്മളുടെ കാർഷിക വിളകൾക്ക് പരിപൂർണ്ണ ഇൻഷുറൻസ് ആണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് SBI ഫൗണ്ടേഷൻ നൽകുന്ന ആശാ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ വെക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. ഓഗസ്റ്റ് മാസം നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. സെപ്റ്റംബർ മാസം 4-ാം തീയതി വരെ അവസരമുണ്ടായിരിക്കും. 9-ാം ക്ലാസ് മുതൽ ഏത് ഉയർന്ന കോഴ്സുകൾക്കും, അത് UG PG തലങ്ങളിലെ MBBS, IIT, IIM അഡ്മിഷൻ നേടിയിട്ടുള്ളവർക്ക്, വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നവർക്ക്, ഇവർക്കെല്ലാം തന്നെ 15,000 രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. കഴിഞ്ഞ ദിവസങ്ങൾ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് വീഡിയോയിൽ ചേർത്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.